the result of 100 battles. If you know neither the enemy nor yourself, you will succumb in every battle. സൻ തസുവിന്റെ വാക്കുകളാണിത്. ആദ്യം സ്വയം അറിയണം. സ്വയം അറിയുന്നത് പോലെ തന്നെ ശത്രുവിനെ ഇപ്രകാരം അറിയുന്നവർക്ക് ലോക യുദ്ധങ്ങൾ ചെയ്യപ്പെട്ടാലും എത്ര തടസ്സങ്ങൾ നേരിടേണ്ടതാണ് ആത്യന്തികമായി വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയും. ജീവിതത്തിൽ ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും സ്വന്തം ശക്തിയും ദൗർബല്യങ്ങളും ശരിയായി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ കോമ്പറ്റീറ്ററുടെ ശക്തി ദൗർബല്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. പുരാതന ചൈനയിലെ ഷൗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചൈനീസ് സൈനികനും തത്വശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ സൻ തസുവിന്റെ വാക്കുകളാണ്. ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സൈനിക ഗ്രന്ഥങ്ങളിലൊന്നായി യുദ്ധത്തിന്റെ ഒരു നിർണായക അവസരത്തെ പ്രതിനിധീകരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് വിജയം കൈവരിക്കാനുള്ള ശത്രുവിനെ തളർത്താനും യുദ്ധസമയത്തെ ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്നു. ഭൂപ്രദേശം, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്നിവയുൾപ്പെടുന്ന പരിസ്ഥിതിയെ കാലാവസ്ഥാ മാറ്റങ്ങൾ സൈനിക പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കാറുണ്ട്. സൈനികരുടെ മനോവീര്യം, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വേഗത, ലോജിസ്റ്റിക്സ് എന്നിവയും കാലാവസ്ഥാ മാറ്റങ്ങൾ ഏറെ സ്വാധീനിക്കുന്നു. ഇവയെക്കുറിച്ച് അറിവുണ്ടാകണമെന്ന് സയൻസ് ഉപദേശിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു യുദ്ധത്തിനായി പോകുമ്പോൾ അതിതീവ്രമായ മഴയും കൊടുങ്കാറ്റും ഉണ്ടാകുന്നുവെന്ന് കരുതുക. അത് സൈനികരുടെ സുഗമമായ യാത്രയെ തടസ്സപ്പെടുത്തുന്നു. ഇനി കടുത്ത ചൂടും തണുപ്പും നിറഞ്ഞൊരു കാലാവസ്ഥയാണെങ്കിലും അത് സൈനികരുടെ ശാരീരിക ശേഷിയെ ബാധിക്കുകയും ഊർജ്ജസ്വലരായിരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ കാലാവസ്ഥാ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇത് തന്ത്രപരമായ നേട്ടങ്ങൾ കൈവരിക്കാനും ശത്രുവിന്റെ പരാധീനതകൾ മുതലെടുക്കാനും അവസരമൊരുക്കുന്നു. നമ്പർ 3, ടെറൈൻ. യുദ്ധങ്ങൾ നടക്കുന്ന പ്രദേശത്തെ ഭൂമി എന്ന പദം കൊണ്ട് പ്രതിനിധീകരിക്കുന്നു. സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് യുദ്ധങ്ങൾ നടക്കുന്ന പ്രദേശം നിർണായക പർവ്വതങ്ങൾ, നദികൾ, മലകൾ, തുറസായ സമതലങ്ങൾ എന്നിങ്ങനെയുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെക്കുറിച്ച് സമഗ്രമായ അറിവുണ്ടായിരിക്കണമെന്ന് സയൻസ് പറയുന്നു. ഓരോ ഭൂപ്രദേശങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അനുയോജ്യമായ യുദ്ധഭൂമികൾ തിരഞ്ഞെടുക്കുന്നതിനും പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഭൂമിയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ എതിർശക്തികളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇതിലൂടെ കഴിയുന്നു. കാര്യക്ഷമതയുള്ള ഒരു സൈന്യം അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനും ബലഹീനതകൾ കുറയ്ക്കാനും ഭൂപ്രദേശത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് പഠിച്ചിട്ടുണ്ടാകുമെന്ന് സയൻസ് പറയുന്നു. നമ്പർ 4, ലീഡർഷിപ്പ്. സൈനിക പ്രവർത്തനങ്ങളിൽ വിജയിക്കാൻ ആവശ്യമായ അടിസ്ഥാന ഗുണങ്ങളിലൊന്നാണ് നേതൃത്വപാഠം. സൈനികർക്കിടയിൽ ആത്മവിശ്വാസവും ഐക്യവും വർദ്ധിപ്പിക്കുന്നതിന് നേതൃത്വ ഗുണത്തിന്റെ പ്രാധാന്യം സയൻസ് എടുത്തു പറയുന്നു. ഒരു നല്ല നേതാവിന് തന്ത്രപരമായി ചിന്തിക്കാൻ കഴിവുണ്ടായിരിക്കണം. ധാർമ്മിക ബോധത്തോടെ പെരുമാറാൻ കഴിവുണ്ടായിരിക്കണം. അപകട സാധ്യതകൾ വിലയിരുത്താനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുമാകണം. ഇവിടെ നേതൃത്വം എന്നത് കമാൻഡിംഗ് ഓഫീസർമാർക്ക് അപ്പുറത്തേക്ക് ഒരു സൈന്യത്തിലെ എല്ലാ ആളുകളിലും എത്തണം. ഇവിടെ ടീം വർക്കിനും വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുകയും വേണം. നമ്പർ 5, ഡിസിപ്ലിൻ. ഒരു സൈന്യത്തിനുള്ളിൽ ഐക്യവും സ്ഥിരതയും ഫലപ്രാപ്തിയും നിലനിർത്തുന്നതിന് അച്ചടക്കം അനിവാര്യമാണ്. സയൻസ് കർശനമായ അച്ചടക്കത്തിന്റെ ആവശ്യകത പ്രത്യേകം എടുത്തു പറയുന്നു. കൃത്യമായ അച്ചടക്കത്തിലൂടെ സൈനികർ ഉത്തരവുകൾ പാലിക്കുകയും തന്ത്രങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും. അങ്ങനെ അവർ ഒരു യൂണിറ്റായി യോജിച്ച് പ്രവർത്തിക്കും. യുദ്ധത്തിനിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളും വീഴ്ചകളും ഉണ്ടാവാതിരിക്കാൻ അച്ചടക്കം പാലിക്കുന്നതിലൂടെ പറ്റുന്നു. ഒപ്പം തീരുമാനിച്ച പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാനും കഴിയുന്നു. ഇത് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും അവരുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സൈനികരെ പ്രാപ്തരാക്കുന്നു. ഈ പുസ്തകം സൈനിക
തിരിച്ചറിയുകയും വിലയിരുത്തുകയും വേണം. മുൻപിലുള്ള അവസരങ്ങൾ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അഡാപ്റ്റബിലിറ്റി. അതുപോലെ വ്യക്തിത്വ വികസനത്തിന് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ ആഗ്രഹിക്കണം. പുതിയ അവസരങ്ങൾ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കണം. ഇത് വ്യക്തിപരമായി വളരാൻ സഹായിക്കും. എന്താണ് നമുക്ക് മുന്നിലുള്ളത് ഡിസിപ്ലിൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. അച്ചടക്കത്തിന്റെ പ്രാധാന്യവും വിജയം കൈവരിക്കുന്നതിനുള്ള വ്യക്തിത്വ വികസനത്തിൽ അച്ചടക്കവും ലക്ഷ്യത്തിലെത്തുന്നതിന് പ്രധാനമാണ്. ശീലങ്ങളിലും വെല്ലുവിളികളിലും തിരിച്ചറിവുകളിലും തളരാതെ വിജയത്തിലേക്കുള്ള യാത്രയിൽ അച്ചടക്കമുള്ളവരായിരിക്കും. കണ്ടിന്യൂസ് ലേണിംഗ്. തുടർച്ചയായ പഠനത്തിലൂടെ അറിവ് ശേഖരിക്കുന്നതിന്റെ പ്രാധാന്യം സയൻസ് പ്രത്യേകം പറയുന്നുണ്ട്. നല്ല വ്യക്തികളായി വളരാൻ ജീവിതകാലം മുഴുവൻ പുതുതായി എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള സ്ഥിരോത്സാഹം ആവശ്യമാണ്. വായനയിലൂടെയും ഒരുപാട് ആളുകളുമായി ഇടപഴകുന്നതിലൂടെയും ഇത് സാധിക്കും. ഒപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളുടെ വിലയേറിയ ഉപദേശങ്ങൾ തേടാം. അങ്ങനെ സ്വയമുള്ള വളർച്ചയ്ക്കും മെച്ചപ്പെടുത്തലിനും അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിനായി ഒരു വളർച്ചാ മനോഭാവം ആദ്യം രൂപപ്പെടുത്തിയെടുക്കുക. ഒപ്പം സ്വന്തം അറിവും കഴിവുകളും കൂടുതൽ നന്നാക്കാൻ നിരന്തരം പരിശ്രമിക്കുകയും വേണം. അതുപോലെ ബിസിനസ് രംഗത്തെ സമഗ്രമായ ആസൂത്രണത്തിന്റെ പ്രാധാന്യം ആർട്ട് ഓഫ് ആർ മുന്നോട്ട് വയ്ക്കുന്നു. അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നമ്പർ 1, പ്ലാനിംഗ്. മാർക്കറ്റിംഗ് ഫീൽഡിലെ കറന്റ് സ്റ്റാറ്റസ്, ഏറ്റക്കുറച്ചിലുകൾ എന്നിവയിൽ അപ്ഡേറ്റ് ആയിരിക്കണം. അത് വിശകലനം ചെയ്യുകയും അതേപറ്റി ഗവേഷണം നടത്തുകയും വേണം. വിജയിക്കാൻ ആവശ്യമായ പദ്ധതികൾ പ്ലാൻ ചെയ്യണം. വെല്ലുവിളികൾ കണ്ട് അതിനെ നേരിടാൻ വഴികൾ കണ്ടെത്തണം. മാനവ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ സ്വീകരിക്കണം. ഇവയൊക്കെ ബിസിനസ് ആസൂത്രണത്തിന്റെ സുപ്രധാന വശങ്ങളാണ്. നമ്പർ 2, മാസ്റ്റർ അപ്ഡേറ്റ്. അതുപോലെ മാർക്കറ്റിംഗിലെ പുതിയ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കണം. സാങ്കേതിക വിദ്യകൾ അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അറിവുണ്ടായിരിക്കണം. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പ്രൊഡക്ട്സ് വിപണിയിൽ ഇറക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള അഡാപ്റ്റബിൾ ബിസിനസ്സുകൾ പുതിയ പുതിയ അവസരങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഒപ്പം പുതുമകൾ സ്വീകരിക്കാനും ബിസിനസ്സിൽ ദീർഘകാല വിജയം ഉണ്ടാക്കാനും കാരണമാകുന്നു. നമ്പർ 3, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ബിസിനസ്സിൽ സെല്ലിംഗ് സ്ട്രാറ്റജീസ് അറിഞ്ഞിരിക്കേണ്ടത്. കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴേ ഒരു ബിസിനസ് ഫലം കാണുകയുള്ളൂ. അവരെ ആകർഷിക്കാൻ പാകത്തിന് നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാമെന്ന് ചിന്തിക്കാം. ഇവിടെ നമ്മുടെ എതിരാളികളായ മറ്റ് ബിസിനസ്സുകളിൽ നിന്നും വേർതിരിക്കാൻ ശ്രമിക്കാം. ആളുകൾ എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്നു. വ്യത്യസ്തമായത് വേഗത്തിൽ ആകർഷിക്കുന്നു. ഇങ്ങനെ പ്രൊഡക്ട്സ്, സർവീസസ് എന്നിവ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നത് ബിസിനസ് അത്യാവശ്യമായ കാര്യമാണ്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇവിടെ ഒരു നേതാവിന്റെ ധാർമ്മികത, വിശ്വാസ്യത പ്രാധാന്യം സംഖ്യ വിശദീകരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ വിശ്വാസവും പിന്തുണയുമാണ് അത്യാവശ്യം ഘടകം. നിലപാടിൽ സത്യസന്ധതയും പ്രധാന പങ്ക് വഹിക്കുന്നു. തന്റെ നിലപാടിൽ സത്യസന്ധത കാണിക്കുന്ന നേതാക്കളെ ജനങ്ങൾ ബഹുമാനിക്കുന്നു. അവർക്ക് വെല്ലുവിളികളെ ബുദ്ധിപൂർവ്വം നേരിടാനുള്ള കരുത്തുണ്ടാക്കുന്നു. ഇവിടെ ജിയോപൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്, സാമ്പത്തിക സാഹചര്യങ്ങൾ, പൊതുവികാരം, രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ പ്രധാനമാണ്. അപകട സാധ്യതകൾ ചിന്തിച്ച് വിലയിരുത്തുന്നു. ഇതിനെ സ്വാധീനിക്കാവുന്ന ബാഹ്യ ഘടകങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്പർ 3, രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ നിർവ്വഹണം അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന കാര്യക്ഷമതയുള്ള രാഷ്ട്രീയ നേതാക്കൾ മികച്ച വിവേചന അധികാരം, വിവിധ ഗ്രൂപ്പുകളെ പ്രകടിപ്പിക്കാനും കഴിവ് പ്രകടിപ്പിക്കുന്നു. സങ്കീർണമായ രാഷ്ട്രീയ പ്രതിനിധികൾ നാവിഗേറ്റ് ചെയ്യുന്നതിന് വെല്ലുവിളികൾ മുൻകൂട്ടി കാണുന്നതിന് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരുടെ തന്ത്രങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും. സാമൂഹിക പ്രവർത്തനത്തിനായുള്ള നയങ്ങൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവയുടെ രൂപീകരണവും നടപ്പാക്കലും അച്ചടക്കത്തിൽ ഉൾപ്പെടുന്നു. ഒരു ഭരണ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കുന്നു. ഇത് കാര്യക്ഷമമായ സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തണം. ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിയന്ത്രിച്ചു നിർത്തുന്നുവെന്ന തോന്നലുണ്ടാകാതെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അച്ചടക്കത്തിലൂടെ കഴിയണം. ഒരു വ്യക്തിയുടെ പ്രവർത്തന രീതിയോ മാർഗത്തെയോ ഇതിലേക്ക് പ്രേരിപ്പിച്ച സംഗതിയെയോ സൂചിപ്പിക്കാൻ വേണ്ടി താവോ എന്ന പദം ഉപയോഗിക്കുന്നു. താവോയിസം വളരെ ആഴമേറിയ അർത്ഥമാണ് ഇതിന് നൽകുന്നത്. താവോയിസത്തിൽ താവോ വെറും ഒരു വാദമോ മാതൃകയോ അല്ല, മറിച്ച് എല്ലാത്തിനും
ഒത്തുചേർന്നു. യുദ്ധങ്ങളെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനോട് മാറ്റണമെന്ന് Do not repeat the tactics which have gained you one victory, but let your methods be regulated by the infinite variety of circumstances. നിങ്ങൾക്ക് ഒരു വിജയം നേടിത്തന്ന തന്ത്രങ്ങൾ ആവർത്തിക്കുക. എന്നാൽ അതേ തന്ത്രങ്ങളുടെ മാർഗങ്ങളിൽ അനന്തമായ സാധ്യതകൾ നിങ്ങൾക്ക് കണ്ടെത്താനാകട്ടെ. യുദ്ധരംഗത്ത് ഒരേ തന്ത്രങ്ങൾ ആവർത്തിക്കുന്നത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചരിത്രം തെളിയിക്കുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ ചില തന്ത്രങ്ങൾ ഫലപ്രദമാകുമെങ്കിലും അവയിൽ മാത്രം ആശ്രയിക്കുന്നത് സൈന്യത്തെ ദുർബലമാക്കും. തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ സൈനികർ നവീകരണത്തിന്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കണം. തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ തുടർച്ചയായി ശ്രമിക്കണം. ശക്തനായ ഒരു എതിരാളിയെ അഭിമുഖീകരിക്കുമ്പോൾ പരമ്പരാഗതമായ യുദ്ധമുറകൾ സഹായിച്ചെന്ന് വരും. പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് മാറാൻ ശ്രമിക്കും. ശത്രുവിന്റെ ബലഹീനതകൾ മുതലെടുക്കാം. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാം. ഇതിനായി ഗറില്ല യുദ്ധം, പതിയിരുന്നുള്ള ആക്രമണം, ഹിറ്റ് ആൻഡ് റൺ തന്ത്രങ്ങൾ എന്നിവ പ്രയോഗിക്കാം. Treat your men as your own beloved sons, and they will follow you into the deepest valley. സ്വന്തം മക്കളോടെന്ന പോലെ നിങ്ങളുടെ അനുയായികളോട് പെരുമാറുക. ആഴമേറിയ താഴ്വരയിലേക്ക് അവർ നിങ്ങളെ അനുഗമിക്കും. ഒരു ടീം വർക്കിൽ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണിത്. ഒരു സഹപ്രവർത്തകന് നിങ്ങളുടെ ഒരു മകനെ പോലെ പെരുമാറുക സൻ സു പറയുന്നു. ഒരു കുടുംബാംഗത്തിന് നിങ്ങൾ നൽകുന്ന പോലെ ഒരു പരിഗണന പ്രൊഫഷനിലേക്ക് വരുമ്പോഴും ഒപ്പമുള്ളവർക്ക് കൊടുക്കണം. നിങ്ങളുടെ അനുഭവവും അറിവും വെച്ച് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകാം. ഒരു കമ്പനിയിലാണെങ്കിൽ സഹപ്രവർത്തകരെ സഹായിക്കാം. അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഫീഡ്ബാക്ക് കൊടുക്കാം. അങ്ങനെ അവരെ വളരാൻ സഹായിക്കാം. ഒരു കുടുംബാംഗത്തെ കേൾക്കാൻ ശ്രമിക്കാം. അവർ കടന്നുപോകുന്ന വ്യക്തിപരമായ സാഹചര്യങ്ങളെയും പ്രതികൂലങ്ങളെയും മനസ്സിലാക്കാം. Rewards for good service cannot be estimated. നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരു ദിവസം പോലും വൈകിപ്പിക്കരുത്. അഭിനന്ദനം എന്നത് നന്ദിയുടെ അംഗീകാരത്തിന് വേണ്ടിയതാണ്. ഒരാൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് നന്ദി എന്ന് പറയുന്നതോ ഹൃദയത്തിൽ നിന്നുള്ള ഒരു അഭിനന്ദനം നൽകുന്നതോ പോലെ ലളിതമായിരിക്കാം. നിങ്ങൾ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്തു അവരിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. നിങ്ങൾ ഒരാളെ അഭിനന്ദിക്കുമ്പോൾ അവരുടെ നല്ല സ്വഭാവങ്ങളിലും പ്രവൃത്തികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ നല്ല പെരുമാറ്റങ്ങൾ തുടരാൻ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ഒരാളുടെ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് പ്രയത്നങ്ങളെ വിലയിരുത്താനും അങ്ങനെ ആരോഗ്യകരമായ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ കഴിയുന്നു. അഭിനന്ദനം ഒറ്റത്തവണ പറഞ്ഞു നിർത്താനുള്ളതല്ല, മറിച്ച് അത് പതിവായി തുടരേണ്ട ഒന്നാണ്. വ്യക്തിപരവും തൊഴിൽപരവുമായ ബന്ധങ്ങളിൽ അനുദിനം അഭിനന്ദനം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക. അതിൽ അവരുടെ ആത്മവിശ്വാസം കൂടുകയും കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ പ്രചോദിതരാവുകയും ചെയ്യും. നേട്ടങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. അത് ആർക്ക് കിട്ടിയാലും അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരുമെന്ന് ഓർക്കുക. Be extremely subtle even to the point of formlessness. Be extremely mysterious even to the point of soundlessness. Thereby, you can be the director of the opponent's fate. ആർക്കും പിടികൊടുക്കാതെ ഇരിക്കുക. അങ്ങേയറ്റം നിഗൂഢമായി തുടരുക. അങ്ങനെ നിങ്ങൾക്ക് എതിരാളിയുടെ വിധി നിർണ്ണയിക്കാൻ കഴിയും. എതിരാളികളെ പരാജയപ്പെടുത്താൻ വ്യക്തിത്വം നിലനിർത്തുന്നതിലൂടെ പറയുന്നു. ഒരു നിഗൂഢമായി ഇരിക്കുക എന്നത് കൽപ്പനമായ സമീപനമാണ്. നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളും പദ്ധതികളും കഴിവുകളും എതിരാളിയെ വെല്ലുവിളിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അത് പരസ്യമായി വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് എതിരാളിക്ക് ഊഹിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങളുടെ പ്ലാനുകൾ മുൻകൂട്ടി കാണാൻ അവർക്ക് പറ്റാതാകും. അവയെ ഫലപ്രദമായി നേരിടാൻ പറ്റാതാകും. വൈകാരികമായ സമീപനം പാലിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ കഴിയുന്നത്ര ഒരു പോക്കർ മുഖം സൂക്ഷിക്കുന്നത് വഴി നിങ്ങളുടെ പ്രവചിക്കാൻ എതിരാളിക്ക് കഴിയുന്നതാണ്. ഇതൊരു ചർച്ചകളിലോ സംവാദങ്ങളിലോ സംഘർഷങ്ങളിലോ നേട്ടം
മറ്റുള്ളവർ സെൻസ് പറയുന്നു. എന്നാൽ അവർ അതിൽ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്നു. So the way is to avoid what is wrong and strike at what is weak. യുദ്ധത്തിൽ ശക്തമായതിനെ അത് ഒഴിവാക്കുക, ദുർബലമായതിനെ കരുവാക്കുക. വിജയിക്കാനുള്ള പോംവഴി ഇതാണ്. ദൃഢമായതിനെ ഒഴിവാക്കുകയും ദുർബലമായതിനെ അടിച്ചമർത്തുകയും ചെയ്യുക എന്നതാണ് സൻസു മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഒരാളെ പരാജയപ്പെടുത്താൻ അയാളുടെ ശക്തികൾ തിരിച്ചറിയണം. ആ മേഖലകളിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയും ചെയ്യുക. പകരം അവരുടെ ബലഹീനതകളെയോ ദൗർബല്യങ്ങളെയോ ചൂഷണം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ എതിരാളി ശാരീരികമായി കരുത്തുള്ളവരാണെങ്കിൽ നേരിട്ടുള്ള ശാരീരിക ഏറ്റുമുട്ടലിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കാം. അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവരെ ആകർഷിക്കാം. ഇത് കേവലം ഒരു ശാരീരിക ഏറ്റുമുട്ടലിൽ മാത്രമല്ല, ബിസിനസ്, സ്പോർട്സ്, വികസനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രയോഗിക്കാവുന്ന